ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷബ്സ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത്, ഞാൻ ടൈറ്റിലിൽ പറഞ്ഞേക്കുന്നത് പോലെ തന്നെ ഫിഷ് ആഡ് ചെയ്യാത്ത ഒരു ഫിഷ് കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് എനിക്ക് ഒരുപാട് പ്രാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന ഞാൻ ഇപ്പോഴും ചെയ്യുന്ന, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള ഒരു കറിയാണ്. കാരണം ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഫിഷ് കറി കഴിക്കണം എന്നും തോന്നും, അതേസമയം ഈ മീൻ ക്ലീൻ ചെയ്യാനും അതിനു വേണ്ടിയുള്ള ഒരു ടൈമോ അല്ലെങ്കിൽ അതിന് അത്ര ഒരു എഫേർട്ട് എടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സമയത്ത് ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഫിഷ് കറിയുടെ സെയിം ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഫിഷ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു കഷ്ടപ്പാട് ഉണ്ടായിരിക്കത്തുമില്ല. പിന്നെ അതുപോലെ അഥവാ ഫിഷും വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ടൈം ഉള്ളപ്പോഴും, തലേ ദിവസമോ വീക്കെൻഡിൽ എപ്പോഴെങ്കിലും ഇത് ഫിഷ് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നതിന് ഒരു 10-15 മിനിറ്റ്സ് മുന്നേ അതെടുത്ത് വെളിയിൽ വെക്കുക. അപ്പം കറി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു തണുപ്പ് പോയിട്ടുണ്ടാവും. ജസ്റ്റ് അതും ഫ്രൈ ചെയ്തെടുക്കുക, ഈ കറിയാകുക. അപ്പം നമ്മളുടെ അടിപൊളി ഫിഷ് ആഡ് ചെയ്യാത്ത ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഒക്കെ ചേർത്തിട്ട് ചോറുണ്ണുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. എന്താ, നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴും ഒരു ഫിഷ് കറിയുടെ ലുക്കിലൊക്കെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പം നമുക്കൊരു ഫിഷ് കറിയുടെ ലുക്കും ടേസ്റ്റും ഒക്കെ ഉള്ളൊരു കറി ഉണ്ടാക്കാം. അപ്പം നമുക്കിനി കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 2 മുരിങ്ങയ്ക്കയാണ്. ആ 2 മുരിങ്ങയ്ക്ക് ഈ പീസിൽ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ കത്രിക്ക എടുക്കും. കത്രിക്ക ചെറിയ കത്രിക്കയാണ്, ചില സ്ഥലങ്ങളിൽ വഴുതനങ്ങ എന്നും പറയും ഈ സെയിം സാധനത്തിന്. അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് അതും എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന കത്രിക്ക ഈ വലിപ്പത്തിലുള്ളതാട്ടോ. ഇതുപോലത്തെ ഒരു 5 എണ്ണം. അപ്പൊ ഇതും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കും. അപ്പൊ 2 മുരിങ്ങയ്ക്കുണ്ട്, പിന്നെ ഈ 5 കത്രിക്കയുണ്ട്. ഇത്ര എടുത്തേക്കുക. ഇതിന് തന്നെയാണ് നമ്മൾ ബ്രിഞ്ചോളെന്നോ വഴുതനങ്ങയെന്നോ കത്രിക്കയെന്നോ ഒക്കെ പറഞ്ഞ സെയിം സാധനം കേട്ടോ. ഇപ്പൊ മുരിങ്ങയ്ക്കയും കത്രിക്കയും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു 2 പച്ചമുളക് അതും ഇട്ട് കൊടുക്കും. ഞാൻ ചെറിയ പച്ചമുളക് എടുത്തേക്കുന്നത്, കാരണം നമ്മൾക്ക് അധികം എരിവ് വേണ്ട. ഇനി നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കും. തേങ്ങ ഒരു 1-1.5 കപ്പൊക്കെ ആയിരിക്കും ഇടുന്നത്. കാരണം നമ്മൾ എടുക്കുന്ന പച്ചക്കറിയുടെ അളവനുസരിച്ച് തേങ്ങയിൽ ചേഞ്ച് വരുത്തണം. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഇത്രയും വെജിറ്റബിൾസ് ആയത് കാരണം ഞാനൊരു 1.5 കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്ത്, പിന്നെ ഉള്ളി ഇടും, ചെറിയ ഉള്ളി. അതൊരു 10-13 പീസൊക്കെ ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കയ്യിലുള്ളതുപോലെ 10 പീസൊക്കെ ഇട്ടാലും മതി. പിന്നെ ഇടേണ്ടത് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി അധികം ഒന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. ഒരുപാട് കൂടി പോകണ്ട മഞ്ഞൾപ്പൊടി. പിന്നെ മുളക് പൊടി ഇടണം. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുക്കണം. ഇനി നമ്മൾക്ക് സാധാരണ മീൻ കറിക്കൊക്കെ അരയ്ക്കുന്നത് പോലെ ആ ഒരളവിൽ അരച്ചെടുക്കാം. നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വലുപ്പത്തിൽ പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കിയൊക്കെ വരുമ്പോഴത്തേക്കിനും പുളി വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ അംശമെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇതാ ഇപ്പൊ ഇവിടെ കാണുന്നില്ലേ, ഇവിടെ മുരിങ്ങയ്ക്കയുണ്ട്, വഴുതനങ്ങയുണ്ട്, തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കും. ഈ അരപ്പിൽ ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ആ മിക്സിയിൽ ഒഴിച്ചിട്ട് അതും കൂടെ ഞാൻ ഒഴിച്ചു വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് മറക്കല്ല കേട്ടോ. ഇവിടെ ഞാൻ വാളൻപുളിയാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഈ അരപ്പൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ പുളിയുടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കറി വളരെ സിമ്പിളാണ്. നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്നത് പോലെയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേങ്കിൽ ആ മീൻ ക്ലീൻ ചെയ്യുന്നതിന്റെ ആ ഒരു എഫേർട്ട് ഒന്നും വരുന്നില്ല. പിന്നെ സപ്പോസ് നമ്മളുടെ വീട്ടിൽ മീൻ അന്നേരം ഇല്ല എന്നുണ്ടെങ്കിലും ഒരു മീൻ കറിയുടെ ടേസ്റ്റിൽ തന്നെ കറി ആക്കി എടുക്കാൻ പറ്റും. അപ്പം പുളിവെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് തിളയ്ക്കണം. നല്ലതുപോലെ തിളച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഈ പച്ചക്കറി നമ്മൾ ഇട്ട് കൊടുത്ത പച്ചക്കറിയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതിന് മുന്നേ ആയിട്ട് നമ്മൾ തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കും. ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. കാരണം നമ്മുടെ ആ ഒരു ഓതന്റിക് മീൻ കറിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതൊക്കെ ഇടുന്നത്. പിന്നെ ജീരകത്തിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ അതും ഇട്ട് കൊടുക്കും. ഇനി ഇത് തിളയ്ക്കണം നല്ലതുപോലെ. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ആ ഒരു അരപ്പൊക്കെ തിളച്ചിട്ട് അതിൻ്റെ ഒരു നല്ല സ്മെല്ലും ഒക്കെ വരും. അപ്പം ഇനി ഈ കറി നല്ലതുപോലെ തിളക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലീസിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇടണേ. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കണേ. കറിവേപ്പില ഇച്ചിരി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അത് എപ്പോഴും ആ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യത്തേ ഉള്ളൂ.
ഇതാ ഈ സമയത്ത് ഒരു 15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതാ ഈ ബ്രിഞ്ചോൾ നോക്കുമ്പോഴത്തേക്കിനും കണ്ടു നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിതങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ അടച്ചു വെച്ചേക്കുക കറി. അപ്പോൾ നമ്മൾ ഈ കറി നല്ലപോലെ തിളച്ചിട്ട് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനത് ഓൾറെഡി ചെയ്തു, പക്ഷേ ആ സമയത്ത് എൻ്റെ ക്യാമറ ഓഫ് ചെയ്താൽ എനിക്ക് കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻസ് തന്നെ അറിയിക്കുമല്ലോ.